ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ലോങ് വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ഞാൻ ലോങ് വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ല മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചിരുന്ന എൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലോങ് വ്ളോഗൊക്കെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കഴിഞ്ഞ വട്ടത്തെ വീഡിയോസിന് വന്ന കമൻസ്. അപ്പം ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീച്ചു. ഏട്ടനും മോനും നല്ല ഉറക്കമാണ് കേട്ടോ. ഇന്ന് ഏട്ടന് പോകാനില്ലാത്ത ദിവസമാണ്. പിന്നെ വീടൊക്കെ അത്യാവശ്യം ഒന്ന് മെസ്സി ആയിട്ടാണ് കിടക്കുന്നത്. കാരണം ഏട്ടൻ ഇവിടെയുള്ള ദിവസങ്ങളിൽ രാത്രിയൊന്നും അധികം ക്ലീൻ ചെയ്യില്ല. കാരണം രാവിലെ ഏട്ടൻ എണീച്ചിട്ട് പാത്രമൊക്കെ കഴുകി തരാമെന്ന് പറയും. പിന്നെ തലേ ദിവസം ഞങ്ങൾ ഫ്രിഡ്ജിൻ്റെ ആ ഒരു സ്വിച്ച് ഓഫ് ആക്കിയിട്ടിട്ടുണ്ടായിരുന്നു ഐസ് കൂടിയിട്ട്. അപ്പം അവിടെ വെള്ളമായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ആദ്യം ക്ലീൻ ചെയ്തു. അതിനുശേഷം ഇന്നലെ അലക്കി വെച്ചിട്ടുണ്ടായിരുന്ന തുണി ഒന്ന് ഒലുമ്പാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഒലുമ്പാന്ന് വിചാരിച്ചു. പിന്നെ ഡ്രയറിലും കുറച്ച് തുണി ഇടാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും ഇട്ടതിന് ശേഷം ഞാൻ അടുക്കളയിലേക്ക് കയറി. അടുക്കള എന്നാലും ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സാധനങ്ങളൊക്കെ എടുത്തൊന്ന് മാറ്റി ഒന്ന് തുടച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോഴേക്കും എന്തായാലും ഏട്ടൻ എണീച്ച് വരും. അത് കഴിഞ്ഞാൽ എനിക്ക് ഏട്ടൻ പാത്രം കഴുകി തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന അടുക്കള ഒന്ന് ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞ് ഇന്നലത്തെ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെച്ചതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെക്കുന്ന സ്ഥലത്തേക്ക് എടുത്ത് വെച്ചിട്ട് അവിടെയും കൂടി ഒന്ന് നീറ്റാക്കി ഇടാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ ഏട്ടൻ ഇനി പാത്രം കഴുകുമ്പോൾ അവിടെ വെക്കാമല്ലോ. അപ്പം അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു കേട്ടോ. അത് കഴിഞ്ഞ് രാവിലെ നമുക്ക് കുടിക്കാനുള്ള വെള്ളം വെക്കണമായിരുന്നു. അതിൻ്റെ അകത്തുള്ള വെള്ളം ഞാനൊരു ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചു. മോന് കൊടുക്കാമല്ലോ എണീച്ച് കഴിഞ്ഞാൽ. ബാക്കി ഞാനത് അടുപ്പിൽ വെക്കാനുള്ള വെള്ളം എടുത്ത് അടുപ്പിൽ വെച്ചു കേട്ടോ. അതിനുശേഷം ഇന്ന് ഉപ്പുമാവും പയറുകറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ ഇന്ന് വിചാരിച്ചു റവ വറുത്ത് വെക്കാമെന്ന്. ഏട്ടനൊക്കെ എണീച്ചിട്ട് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ റവ വറുത്ത് വെച്ചു കേട്ടോ. പണി നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ അലക്കാനുള്ള തുണിയും ഡ്രയറിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ മോൻ എണീച്ചപ്പോൾ ഞാൻ ഏട്ടൻ്റെ അടുത്തേക്ക് എടുത്ത് കിടത്തി. അത് കഴിഞ്ഞ് ഏട്ടനും മോനൊക്കെ എണീച്ച് പോയിട്ടോ. ഏട്ടൻ പല്ല് വയ്ക്കാനും മോനെൻ്റെ കൂടെ അതേ പുറകെ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാന്ന്. ആദ്യം തന്നെ മോൻ്റെ ബെഡ് അവൻ കിടക്കുന്ന ആ തൊട്ടിൽ മൊത്തമായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടോ. അവൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കിടന്ന ബെഡും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞു വിരിച്ച് പുതപ്പൊക്കെ ഒന്ന് മടക്കി വെച്ചു കേട്ടോ. ആ പണി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞാൻ ഡ്രയറിൽ ഇട്ടിട്ടുണ്ടായിരുന്ന തുണിയൊക്കെ ബക്കറ്റിലേക്ക് എടുത്ത് മാറ്റിയിട്ടോ. സമയം കിട്ടുന്ന സമയത്ത് എപ്പോഴെങ്കിലും പുറത്ത് വിരിച്ചിടാമല്ലോ. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഏട്ടൻ പല്ലൊക്കെ തേച്ച് വന്ന് എനിക്ക് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി തന്നു കേട്ടോ. പിന്നെ അതേ നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ചായ കുടിക്കാൻ വേണ്ടി. അപ്പം അത് കഴിഞ്ഞ് പയറുകറിക്കുള്ള പയറൊക്കെ കഴുകി അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമുക്ക് പയറുകറി ഞാൻ തേങ്ങ അരച്ചാണ് വെക്കുന്നത്. അപ്പോൾ ഉച്ചത്തേക്ക് നമുക്ക് എടുക്കാമല്ലോ. പിന്നെ ഏട്ടൻ അവിടേക്ക് ഒന്ന് നീറ്റാക്കി തന്നു. പിന്നെ അതേ പയറുകറിക്കുള്ള തേങ്ങയൊക്കെ ഏട്ടൻ തന്നെ പൊതിച്ച് ചിരവി തന്നു കേട്ടോ. ആ കൂട്ടത്തിൽ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കി. അതുപോലെ തന്നെ കറിക്കുള്ള അരപ്പൊക്കെ റെഡിയാക്കി കറിയൊക്കെ ഒന്ന് വറവിട്ടെടുത്തു കേട്ടോ. പിന്നെ ഞാൻ ഉച്ചത്തേക്ക് സോയാബീൻ്റെ ഗ്രേവി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ അതിനുള്ള ഉള്ളിയൊക്കെ എടുത്ത് തോലൊക്കെ പൊളിച്ച് റെഡിയാക്കി. ആ കൂട്ടത്തിൽ തന്നെ ഞങ്ങൾ ചായ കുടിച്ചു കേട്ടോ. പിന്നെ ഞാൻ ആ ചായ കുടി കഴിഞ്ഞതിന് ശേഷം സോയാബീൻ്റെ ഗ്രേവിയൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ ഒന്ന് കഴുകി വെച്ചു കേട്ടോ. അപ്പോഴേക്കും മോനെ കുളിപ്പിച്ച് മോനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് തുണിയൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഏട്ടൻ നമ്മളെ മുന്നിലുള്ള ആ പറമ്പ് വൃത്തിയാക്കുകയാണ്. കുറച്ച് ചപ്പും ചവലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നതിന് ശേഷം ചോറൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾക്കൊന്ന് ബാലുശ്ശേരി പോകാനുണ്ടായിരുന്നു കേട്ടോ. പോയി വന്നപ്പം കുറച്ച് കോണും കുറച്ച് ചായ കടിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് പോയത് കുക്കറിൻ്റെ വാഷർ ഇടാനും കുക്കറിൻ്റെ കൈ നന്നാക്കാനും കേട്ടോ. പിന്നെ അതിലൊരു കോണെടുത്ത് ഞാൻ വേവിച്ചിട്ട് മോന് കൊടുത്തു. പിന്നെ ഞാൻ പോയ സ്ഥിതിക്ക് നെയിൽ പോളിഷും കുറച്ച് ബണ്ണും നെയിൽ പോളിഷ് റിമൂവറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കോണെല്ലാം വേവിച്ച് ഞാൻ മോന് കൊടുത്തിട്ടുണ്ടായിരുന്നു. മോനത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ.
അപ്പം ആ കൂട്ടത്തിൽ തന്നെ ഞങ്ങളും ചായ കുടിച്ചു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ഫോണിലൊക്കെ നോക്കിയിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് നേരം മോൻ്റെ കൂടെ ഇരുന്നു, ഏട്ടൻ കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കി. അത് കഴിഞ്ഞ് രാത്രിയത്തെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പതുക്കെ കിടന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ ഒരു വ്ളോഗ്. നമ്മളെ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ബായ്.